അവരുടെ കണ്ണിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാല്യൂസ് ആണ് അത് മുഴുവൻ. ആളുകളെ കൊല്ലാനും തിന്നാനും അവരെ കീഴ്പ്പെടുത്താനും അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ആയുധങ്ങളെല്ലാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ധനം ഇട്ട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ എങ്ങനെ കൊല്ലാം. ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് അടിമത്തം നിലനിൽക്കുന്ന അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു ജോർജ് വാഷിങ്ടണ് അടിമകളുണ്ടായിരുന്ന ആളാണെന്നും കൂടെ ഒക്കെ നമ്മൾ മറന്നുപോയി. ജോൺ എഫ് കെന്നഡിയൊക്കെ ചത്തു പോകുന്ന വെടികൊണ്ടുണ്ടാകുന്നത് എന്തുമാത്രം അവരൊക്കെ തമ്മിലുള്ള ആ ബന്ധത്തിനകത്തൊക്കെ ഈ നാട്ടിനകത്തെ ജനാധിപത്യവാദികളെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ ഒന്നും നമുക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനൊക്കത്തില്ല. ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ കുറച്ച് ചർച്ചകൾ തുടർന്നു പോരുന്നുണ്ട്. അതിന്റെ ഭാഗമായി ഇന്ത്യൻ ജനാധിപത്യവും ഇപ്പൊ മൈത്രൻ US-ലായതുകൊണ്ട് USA-ലെ ജനാധിപത്യവും അമേരിക്കയിലെ ജനാധിപത്യവും തമ്മിലുള്ള ഒരു പഠനം നടത്തുമ്പോൾ എങ്ങനെയാണ് അതിന്റെ വ്യത്യാസങ്ങളെ തോന്നിയിട്ടുള്ളത്? ജനാധിപത്യത്തിന്റെ ആദ്യ കാലഘട്ടത്തിൽ രൂപപ്പെട്ട ഒരു ഭരണഘടനയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ജനാധിപത്യത്തിനെ പറ്റിയുള്ള അറിവും ഒക്കെ കൂടെ ചേർന്ന ഒരു രാജ്യരൂപീകരണമാണ് അമേരിക്കയിൽ നടന്നിട്ടുള്ളത്. അമേരിക്കൻ ചരിത്രം എന്ന് നമ്മൾ പറഞ്ഞാല് അമേരിക്കൻ നേറ്റീവ് അമേരിക്കൻസ് എന്ന് നമ്മൾ വിളിക്കാവുന്ന ഇവിടുത്തെ വംശജർ യഥാർത്ഥത്തില് ഒരു 12,000 തൊട്ട് 20,000 വർഷത്തിനകത്ത് ഇവിടെ എത്തിച്ചേർന്നിരുന്ന ആദ്യകാല മനുഷ്യരുടെ അവരിൽ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവനും പലതരത്തില് അവരെ യുദ്ധത്തിൽ തോൽപ്പിച്ചത് മാത്രമല്ല, സ്മാൾ പോക്സ് പോലത്തെ രോഗം പരന്ന് അവരില്ലാതായി പോയി. അവര് തീരെ നമ്പര് പോലും ഇല്ലാതായി പോയിരിക്കുന്ന ഒരു സമൂഹത്തിനകത്തുണ്ടായ അതുകൊണ്ട് തുടർച്ച എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പൊ നാട്ടിലൊക്കെ ആണെങ്കിൽ 2500 വർഷത്തെ തുടർച്ചയാണ് ഇന്ത്യക്കാരനൊക്കെ പറയുന്നത്. ബാക്കിയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ എടുത്താൽ ഒരു 1500 വർഷവും 2000 വർഷം വരെയുള്ള ഇപ്പൊ യേശുക്രിസ്തുവിന്റെ കഥയൊക്കെ പറയുന്ന സമൂഹങ്ങളൊക്കെ അല്ലേ. അപ്പൊ ഇതൊക്കെ നമ്മൾ നോക്കുമ്പോൾ അത്രയും കാലത്തെ ചരിത്രത്തിന്റെ ഭാരം പേറുന്ന ഒരിടമാണ് നമ്മുടെ രാജ്യങ്ങളെല്ലാം. ആ ചരിത്രത്തിന്റെ ഭാരമൊന്നും ഇല്ലാതെ 300 വർഷം മുമ്പ് ഓൾമോസ്റ്റ് ക്ലീൻ സ്ലേറ്റ് എന്ന് പറയാവുന്ന ഒരു സമൂഹ രൂപീകരണമാണ് ഈ അമേരിക്കയിൽ നടന്നിട്ടുള്ളത്. അതിനകത്ത് ഡോമിനന്റ് ആയിട്ട് യൂറോപ്പിലെ ഒരു 3 ശക്തികളുണ്ട്. അത് ഇംഗ്ലണ്ട്, ഫ്രഞ്ച്, ഡച്ച്, കുറച്ച് പോർട്ടുഗീസ്. ഇതൊക്കെ എല്ലാമായിട്ടുണ്ടായിരുന്ന യൂറോപ്യൻ കോളനൈസേഷന്റെ ഭാഗമായി രൂപപ്പെട്ട ഇടങ്ങളുമാണ് ഇതെല്ലാം. അപ്പം സൗത്ത് അമേരിക്കയുടെ ചരിത്രം സ്പാനിഷും പോർട്ടുഗീസും ആണെങ്കിൽ കാനഡയുടെ ഭാഗവും ഈ അമേരിക്കയുടെ തന്നെ മേളെ ഭാഗവും എല്ലാം ഫ്രഞ്ചുകാരുടെ കയ്യിലും, അത് കഴിഞ്ഞ് താഴെ ഉള്ളത് ഈ അമേരിക്കക്കാരുടെ എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരുടെ അല്ല ഇംഗ്ലണ്ടുകാരുടെയും കയ്യിലായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ചരിത്രവും വ്യത്യാസവും ഒക്കെ അവിടെ തന്നെ ഉണ്ട്. ചില സ്റ്റേറ്റുകളിലൊക്കെ ഒറ്റ വോട്ടിനാണ് ഫ്രഞ്ച് ഭാഷയാണോ ഇംഗ്ലീഷ് ഭാഷയാണോ എന്ന് തീരുമാനിക്കപ്പെട്ടിട്ടുള്ളത്. ഒരു വോട്ടിന്റെ വ്യത്യാസത്തിലാണ് അത് തീരുമാനിക്കപ്പെട്ടത്. അപ്പൊ അതുമൊക്കെ അതുപോലെ നമ്മൾ കാണേണ്ടതുണ്ട്. ആ തരത്തിൽ വന്നിരിക്കുന്ന ഒരു ചരിത്രത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അമേരിക്കൻ രാജ്യം എന്ന് പറയുന്നത്. വളരെ വ്യത്യസ്തമായ അന്നൊക്കെ രാജ്യങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നേ. വൈൽഡ് വെസ്റ്റ് എന്നൊക്കെ വിളിക്കാവുന്ന നിലവാരത്തിൽ ടെക്സാസ് ഒക്കെ തീരെ നിയമം ഉള്ള ഒരു സ്ഥലമൊന്നും അല്ലായിരുന്നു. അതൊക്കെ റീസൺ ഒരു 100-150 വർഷം വരെ ഇപ്പോഴും അവിടുത്തെ ഗൺ കൾച്ചർ നമ്മൾ വിളിക്കപ്പെടുന്ന സാധനമൊക്കെ നിലനിൽക്കുന്നത് ഈ സൗത്തിലുള്ള സ്റ്റേറ്റുകളിലാണ്. അവിടെ തന്നെയാണ് ഏറ്റവും കൺസർവേറ്റീവ് ആയിട്ട് നമ്മൾ വിളിക്കപ്പെടുന്ന റിപ്പബ്ലിക്കൻ പാർട്ടിക്ക് റൂട്ട് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബ്രിട്ടീഷുകാർക്കെതിരെ സമരം ചെയ്ത് വിജയിച്ച ഒരു രാജ്യമുണ്ടായെങ്കിലും അന്നും അടിമത്തം നിലനിൽക്കുന്ന അന്നത്തെ പ്രസിഡന്റ് ആയിരുന്നു ജോർജ് വാഷിങ്ടണ് അടിമകളുണ്ടായിരുന്ന ആളാണെന്നും കൂടെ ഒക്കെ നമ്മൾ മറന്നുപോയത്. അതിനെതിരായിട്ട് ലിങ്കന്റെ കാലത്താണ് സിവിൽ വാർ ഉണ്ടായിട്ടാണ് ഇന്ന് നമ്മൾ കാണുന്ന അമേരിക്ക രൂപപ്പെട്ടത്. 49 സ്റ്റേറ്റ്, 49 എന്ന് പറഞ്ഞാൽ 48 സ്റ്റേറ്റ് ഒന്നിച്ച് ചേർന്ന് നിൽക്കി. അങ്ങനെ അല്ലാത്ത ഒരു അലാസ്കയും ഒരു ഹവായിയും കൂടെ ചേർന്ന് 50 സ്റ്റേറ്റാണ് അമേരിക്കയ്ക്ക് ഉള്ളത്. അപ്പം ആ 48 സ്റ്റേറ്റിനകത്ത് തന്നെ ഒരു 23-22 സ്റ്റേറ്റ് ഈ സിവിൽ വാറിൽ ഒരു വശത്ത് നിന്നവർ ബ്രിട്ടീഷുകാരുടെ
കൊളോണിയൽ ഭരണത്തിന്റെ മൂല്യങ്ങൾ പേറുന്നവരായിട്ടുള്ള വിഭാഗമായി നിൽക്കുന്നവരെ തോൽപ്പിച്ചാണ് നമ്മൾ ഇന്ന് കാണുന്ന ഒരു അല്പമെങ്കിലും ജനാധിപത്യമുള്ള ഒരു സമൂഹ രൂപീകരണം ഈ അമേരിക്കയിൽ നടന്നിട്ടുള്ളത്. അപ്പോഴും പണമുള്ളവനും ബലം ഉണ്ടായിരുന്നവനും കൊച്ചു കൊച്ചു സ്വന്തമായ ആർമി ഉണ്ടായിരുന്നവരും ഒക്കെ തന്നെയായിരുന്നു അമേരിക്കയിൽ അന്ന് ബലത്തോടെ നിന്നിരുന്നത്. ഇപ്പോഴും നമ്മള് ഈ ഇവിടുത്തെ അമേരിക്കയിലെ ലാൻഡ് ഓണിങ്ങിനെ പറ്റി നമ്മളൊന്ന് പഠിക്കുവാണെങ്കിൽ ലക്ഷക്കണക്കിനാണ്, അല്ല ലക്ഷണമെന്ന് പറഞ്ഞാല് മില്യൺസ് ഉള്ള ഏക്കർ ഭൂമി കൈവച്ച ശേഷം അത് അമേരിക്ക മാത്രമല്ല അമേരിക്കയിലും കാനഡയിലും വെച്ചിട്ടുള്ള ആളുകൾ ആണ് ഇവിടുത്തെ പണക്കാർ. നമുക്കത് മനസ്സിലാക്കാൻ പോലും പറ്റത്തില്ല. നമുക്ക് അവിടെ 2000-3000 ഏക്കറൊക്കെ ഉള്ളവരാണ്. ഇവിടെ 20 മില്യൺ ഒക്കെയാണ് ഏക്കറൊക്കെ കൈവശമുള്ള പണക്കാരുള്ള ഒരു രാജ്യം കൂടെ ആണെന്ന് മറക്കരുത്. വലിയ ആദ്യത്തെ ഇൻഡസ്ട്രിയലൈസേഷൻ യൂറോപ്പിൽ നടക്കുമ്പോഴും ആ ഇൻഡസ്ട്രിയലൈസേഷനോട് ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഇൻഡസ്ട്രിയലൈസേഷൻ ആദ്യമായിട്ടുണ്ടായ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലുമുള്ള ഇന്റലിജന്റ് ആയ ആൾക്കാരും എന്റർപ്രൈസിംഗ് ആയ ആളുകളും കൊണ്ട് ഓടിക്കൂടിയ ഒരിടമാണ് നമ്മൾ ഈ പറയുന്ന അമേരിക്ക. അത് കാരണം കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്ന് പറഞ്ഞുണ്ടായ ഒരു രാജ്യവും കൂടെയാണ്. നമുക്ക് ഇമാജിനേഷന് പുറത്തുള്ള അത്രയും പണമുള്ള മനുഷ്യരുള്ള സ്ഥലവുമാണ്. 1% മനുഷ്യരാണ് ഇന്നിപ്പോ അമേരിക്കയിൽ 1% മനുഷ്യരുടെ കയ്യിലുള്ള സ്വത്തെന്ന് പറയുന്നത് ലോകത്തിലുള്ള ആളുകളുടെ മുഴുവൻ സ്വത്തിനേക്കാളും കൂടുതലാണ്. ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെയൊക്കെ കണക്കൊക്കെ ഇരിക്കുന്നത്. ഈ സ്ഥലത്താണ് നമ്മൾ ഈ ജനാധിപത്യത്തിനെ പറ്റിയൊക്കെ സംസാരിക്കേണ്ടത്. അമേരിക്ക എന്ന് പറയുന്നത്, അവിടുത്തെ ഗവൺമെന്റ് എന്ന് പറയുന്നത്, ഇവിടുത്തെ ഈ നമ്മൾ ഇന്ന് അതിന് ഉപയോഗിക്കുന്ന വാക്ക് കോർപ്പറേറ്റ് എന്ന് പണ്ട് മുതലാളിത്തം എന്ന് പറയുന്ന വാക്കിന് പറയുന്ന കോർപ്പറേറ്റ് എന്നാ പറയുന്നത്. കോർപ്പറേറ്റ് എന്ന് പറയുന്ന വലിയ വിഭാഗം നിർണയിച്ച് അവര് ഭരിക്കുന്ന ഒരു ഇടമാണ് അമേരിക്ക. അവര് കൈകാര്യം ചെയ്യുന്ന മീഡിയയും അവര് കൈകാര്യം ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ മീഡിയ എന്ന് ഞാൻ പറയുമ്പോൾ ടെലിവിഷനും അതേപോലെ തന്നെ വിഷ്വലും പ്രിന്റും എല്ലാം ഈ പണക്കാരായിരിക്കുന്ന ആൾക്കാർ തന്നെയാണ്. അവര് തന്നെയാണ് ലോകവ്യാപകമായ എല്ലാ മീഡിയയുടെയും സൂത്രധാരന്മാരായിട്ടിരിക്കുന്നത്. ലോകത്തെ ആളുകൾ എങ്ങനെ ചിന്തിക്കണമെന്ന് ചിന്തിക്കുന്നത് അമേരിക്കയിൽ ഇരിക്കുന്ന കോർപ്പറേറ്റ് മുതലാളിമാരുടെ എംപ്ലോയീസ് ആയിരിക്കുന്ന മീഡിയ ടൈക്കൂൺസ് എന്ന് നമ്മൾ വിളിക്കുന്നവരാണ്. അപ്പൊ അവരെല്ലാവരും അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. ഈ ഇവിടെ ഉണ്ടായിരുന്ന അന്നത്തെ കാലത്തെ ജനാധിപത്യത്തിന് വേണ്ടി ആ സമരം നടക്കുന്നതിനകത്തൂടെ രൂപപ്പെട്ടു വന്നിട്ടുള്ള ഒരു ഭരണഘടന ഉള്ളതാണ് ആന്തരികമായ ജനാധിപത്യത്തിന് അല്പമെങ്കിലും മുന്നേറ്റം ഉണ്ടായിട്ടുള്ളത്. സംശയമൊന്നും വേണ്ട. ഒപ്പം തന്നെയാണ് ലോകവ്യാപകമായ മനുഷ്യർ, ഒരു കോൾഡ്രൻ എന്ന് ഇംഗ്ലീഷിൽ പറയാവുന്നത് എന്ന് പറഞ്ഞാൽ ഒരു വലിയ കുട്ടകത്തിനകത്ത് ലോകത്തുള്ള സകല സാധനം കൂടെ ഒന്നിച്ച് ചേർത്തിട്ട് ഏതെങ്കിലും ഒരു വിഭാഗം മനുഷ്യരല്ല, അതിനുവേണ്ടി മനുഷ്യർ ഓടിക്കൂടിയ ഇടമാണ്. ഇങ്ങനെ ഒരു ചരിത്രം വേറൊരു രാജ്യത്തിനില്ല. അതുകൊണ്ട് അമേരിക്കയുടെ തുടക്കമോ അമേരിക്കയുടെ വികാസമോ അതിനു മുമ്പുള്ള ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന് പഠിക്കാൻ പറ്റത്തില്ല നമുക്ക്. ഇപ്പൊ യൂറോപ്പിലുള്ള ഓരോ രാജ്യങ്ങളില് ഓരോ സാമ്രാജ്യങ്ങളും ഒക്കെ ഉണ്ടായതിനൊക്കെ അതാത് പ്രദേശത്തെ ഒരു 500-1000 വർഷത്തെ ചരിത്രത്തിനകത്തൂടെ ആയിരിക്കും അവരെ എല്ലാം നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു കാര്യമേ ഇല്ലാത്ത 300 വർഷത്തെ മാത്രം ചരിത്രമുള്ള ഒരു അമേരിക്ക ഉണ്ടായി എന്നുള്ള ഒരു ഓൾമോസ്റ്റ് ക്ലീൻ സ്ലേറ്റ് എന്ന് പറയാവുന്ന ഒരു സ്ഥലത്തു നിന്നും ആരംഭിച്ചതാണ്. അത്രയും വ്യത്യസ്തമായ ആൾക്കാർ, അതും തന്നെ വളരെ എന്തും ചെയ്ത് ജീവിക്കാൻ തയ്യാറായ, ഇപ്പൊ നമ്മൾ ഏത് സമൂഹത്തിനകത്തും മുൻകൈ എടുക്കുന്ന ജനങ്ങളായിരിക്കും നാട് മാറ്റുന്നത്. അങ്ങനെ മാറ്റാൻ കഴിവുള്ളവരും അതിനുവേണ്ടി ശ്രമിക്കുന്നവരുമായ ആളുകൾ ഒന്നിച്ചു കൂടിയ ഇടമാണ് അമേരിക്ക. ഇതൊക്കെ നമ്മൾ അതിനകത്ത് കാണണം. വേറെ രാജ്യങ്ങൾക്ക് ഒന്നും ഉള്ളതല്ല. അതുപോലെ തന്നെ ഈ പാരമ്പര്യത്തിന്റെ ഭാരം പേറേണ്ടി വന്നിട്ടില്ല. എല്ലാവരും അവരവരുടെ പാരമ്പര്യത്തിനെ പറ്റി പറയുമ്പോഴും പറച്ചിൽ മാത്രമേ ഉള്ളൂ, അതിന്റെ ഭാരം അനുഭവിക്കേണ്ട. ഇപ്പൊ ഇവിടെ വന്ന് ഇന്ത്യക്കാരായിട്ട് കഴിയുന്നവൻ ഇവിടുത്തെ അമേരിക്കക്കാരനെ പോലെ ജീവിച്ചുകൊണ്ട് വെറുതെ ഇന്ത്യക്കാരനായിട്ട് അഭിനയിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ഇതുപോലെ തന്നെ ഇംഗ്ലീഷുകാരന്, ഇതുപോലെ തന്നെയാണ് ആഫ്രിക്കക്കാരനൊക്കെ. ആകെ ഉള്ളത് ആഫ്രിക്കക്കാരുടെ കാര്യം പറയുമ്പോൾ ആഫ്രിക്കൻ അമേരിക്കൻസ് എന്ന് പറയുന്നവര് സവിശേഷമായ ചരിത്രം അവർക്ക് വേറെയുണ്ട്. അവരെ അടിമകളായിട്ടാണ് അമേരിക്കയിൽ എത്തിയിട്ടുള്ളത്.
അവരതിനകത്തുനിന്ന് കുതറി മാറി ഇന്ന് നമ്മൾ കാണുന്ന സ്ഥലത്ത് എത്തിച്ചേർന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അവരാണ് ജനാധിപത്യത്തിനകത്ത് ഈ അമേരിക്കയിലെ ജനാധിപത്യത്തിന്റെ മുൻകൈ പോരാളികളായി നിൽക്കുന്നത്. ഇവിടെ ഉണ്ടായിരുന്ന മാർട്ടിൻ ലൂതറും അതുപോലുള്ള ആൾക്കാരും നടത്തിയ സമരത്തിനകത്തൂടാണ് യഥാർത്ഥത്തിൽ അമേരിക്കക്കകത്തൊരു ആന്തരിക ജനാധിപത്യം രൂപപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റേത് മുതലാളിമാര് പിടിമുറുക്കിയ ഇടമായിരുന്നു. ഈ അടിമകളെ പോലെ തന്നെ ഈ വന്നവരെ മുഴുവനും രണ്ടാന്തരമായിട്ട് തന്നെ നിലനിർത്തിയിരുന്ന എസ്റ്റേറ്റുകളും അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന കോർപ്പറേഷൻസും ഒക്കെ തന്നെയായിരുന്നു. ആദ്യത്തെ ട്രേഡ് യൂണിയൻ സമരങ്ങൾ മുഴുവൻ ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അമേരിക്ക. ലോകത്തിൽ ഏറ്റവും കൂടുതൽ കമ്മ്യൂൺസ് ഉണ്ടായിരുന്ന ഒരു സമൂഹമാണ് അമേരിക്ക. ഇതൊന്നും തന്നെ ഇന്ന് പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ന് പറയുന്ന തരത്തിൽ അവർ തകർത്ത് തരിപ്പണമായി കളഞ്ഞിട്ടുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇന്ന് ഗാസായ്ക്ക് അനുകൂലമായിട്ട് ഇവിടുത്തെ യൂണിവേഴ്സിറ്റിയിൽ നടത്തുന്ന സമരത്തിന് ഇവിടുത്തെ പട്ടാളം നേരിടുന്ന രീതി, ഇവിടുത്തെ പോലീസുകാർ നേരിടുന്ന രീതി എന്ന് പറഞ്ഞാൽ വളരെ വയലന്റ് ആണ്. ഇതൊക്കെ നമ്മൾ കാണണം. അപ്പൊ അതൊക്കെ ഒരു സമയത്ത് തന്നെ ധാരാളം സ്വത്തുണ്ടായത് കൊണ്ടുണ്ടായ ഇൻഫ്രാസ്ട്രക്ചറിന്റെ വികാസത്തിനകത്ത് ആളുകൾക്ക് ഇപ്പം ഗൾഫിനകത്ത് ഓയിലിനകത്തുനിന്നുണ്ടായ കാശ് കൊണ്ട് അവിടുത്തെ ജനങ്ങൾക്ക് ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ടായി വർദ്ധിച്ചു എന്ന് പറയുന്നത് വഴി ജനാധിപത്യ ബോധം അങ്ങ് വികസിച്ചു പോയി എന്നുള്ള തിരിതാണ് വേണം. ഞാന് കേരളത്തിനകത്തുള്ള ജനാധിപത്യ ബോധമുള്ള ജനതയുടെ നിലവാരത്തിലുള്ള ജനത ഇവിടുത്തെ യൂണിവേഴ്സിറ്റിക്കകത്ത് സ്റ്റുഡൻസിനിടയ്ക്കോ അല്ലെന്നുണ്ടെങ്കിൽ അക്കാഡമിക്സിനിടയ്ക്കോ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളവരെല്ലാം നല്ല ഭാര്യമാരായ ആ ഗൾഫിലെ സുൽത്താന്റെ കീഴിൽ അവിടെ കഴിയുന്ന, സൗദി അറേബ്യ കഴിയുന്ന ആൾക്കാർ തന്നെയാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതലുള്ളത്. ഒരു ജനാധിപത്യം അറിഞ്ഞിട്ടില്ലാത്തവർ. അങ്ങനൊന്നും അവർക്ക് ആ തരത്തിലുള്ള സമരങ്ങള് ഒരു കാലത്ത് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻ സമരങ്ങളുമായിട്ട് വന്നിരുന്ന ജനാധിപത്യ സംസ്കാരം ഒന്നും തന്നെ ഇന്ന് അമേരിക്കയുടെ ഈ പൾസിലില്ല. മാത്രമല്ല മസ്തിഷ്ക പ്രക്ഷാളനം എന്ന് നമ്മൾ പറയാവുന്ന തരത്തിൽ നിരന്തരമായി ഇവിടുത്തെ ഫോക്സ് ന്യൂസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ടെലിവിഷനൊക്കെ ഉണ്ട്. അതിനകത്തൂടെ ഒരു സമയത്തും ജനാധിപത്യത്തിനെ പറ്റി അല്പമെങ്കിലും ചിന്തിക്കുകയോ എടുക്കുകയോ ചെയ്തിട്ടില്ല. ഇപ്പൊ യൂറോപ്പിൽ നടന്നിട്ടുള്ള ഫെമിനിസ്റ്റ് മൂവ്മെന്റിന് തത്തുല്യമായ മൂവ്മെന്റ് ഈ ഇവിടെ നടന്നിട്ടില്ല. കുറച്ചു പേര് ഇല്ല എന്നുള്ള അർത്ഥത്തിലല്ല, അതിന് തത്തുല്യമല്ല എന്നായി പറയും. യൂറോപ്പിനകത്ത് ഉണ്ടായിട്ടുള്ള നല്ല സിനിമകൾ അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല. അമേരിക്കയിലെ ഓസ്കാർ എന്ന് പറയുന്നത് നമ്മുടെ ബോംബെയിലെ ഇൻഡസ്ട്രിക്ക് അകത്തുനിന്ന് ഉണ്ടാകുന്ന സിനിമകളാണ്. ഈ ശരിക്കും പറഞ്ഞ അമേരിക്കയിൽ ഉണ്ടാകുന്നതിന്റെ ഏപ്പിംഗ് ആണ് അവിടെ നടക്കുന്നത്. ആ സിനിമ നമ്മളാരെങ്കിലും ബഹുമാനിക്കുവോ? ബോംബെ ഇൻഡസ്ട്രിക്ക് അകത്തുനിന്ന് ഉണ്ടാകുന്ന സിനിമയ്ക്ക് നിലവാരം ഉണ്ടെന്ന് നമ്മൾ ആരെങ്കിലും കാണാറുണ്ടോ? നമ്മൾ കാണാറില്ലല്ലോ. അതേപോലെ തന്നെ നിലവാരമില്ലാത്ത സിനിമകളാണ് ഈ അമേരിക്കയിലെ ഓസ്കാർ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. എന്നൊക്കെ പറയുന്നതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. പ്രചാരണം കൊണ്ടും ശരിക്കും പറഞ്ഞാൽ അമേരിക്കൻ സിനിമകളിനകത്ത് ഇറങ്ങി നിന്നാൽ ഡയറക്ടറും പിന്നെ ഈ ഫോട്ടോ ചെയ്യുന്ന അവർ രണ്ടുപേരും മാത്രമേ ജീവനോട് ഇരിക്കാറുള്ളൂ. ബാക്കിയുള്ളവരെല്ലാം ചത്തുപോകത്തില്ലേ? വെടികളുടെ കഥയല്ലേ 90%. മനുഷ്യപ്പറ്റുള്ള സിനിമകൾ എന്ന് പറയുന്നത് തമാശകളുടെ ലോകമാണ്. വളരെ അതും തന്നെ സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള വികാരങ്ങളെ ആഴത്തിൽ ജനാധിപത്യത്തിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടി പഠിപ്പിക്കുന്ന തലങ്ങളൊന്നുമല്ല. അവരുടെ ഇമോഷണൽ ആയിട്ടുള്ള സിനിമകളുണ്ട്. ആ ഇമോഷണൽ ആയ സിനിമകൾ എന്ന് പറയുന്നത് നമുക്ക് അതിവൈകാരികത എന്ന് പറയുന്ന സിനിമകളുമാണുള്ളത്. നിലവാരമാണ്. ഇപ്പൊ യൂറോപ്പിലുണ്ടാകുന്ന സിനിമ അല്ലെങ്കിൽ എന്തിനാ ഈ കാനഡയിൽ പോലും ഉണ്ടാകുന്ന അവിടുത്തെ ആ സിനിമയുടെ ലോകത്ത് വരുത്തില്ല. ഇതൊക്കെ നമ്മൾ ഇങ്ങനെ കാണേണ്ടതുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന നിലവാരത്തിൽ എന്തോ ആഴത്തിലുള്ള ജനാധിപത്യ ബോധമുള്ള ജനങ്ങളെല്ലാവരും കൂടെ ഉള്ള എന്തോ ഒരു ഇടവാണിതെന്ന് തെറ്റിദ്ധരിക്കേണ്ട. സൗകര്യങ്ങൾ വർദ്ധിച്ചതാണ്. സൗകര്യങ്ങൾ വർദ്ധിച്ച സൗദി അറേബ്യ ആദ്യത്തെ സൗദി അറേബ്യ ആയിട്ട് വേണമെങ്കിൽ അമേരിക്ക കാണാൻ പറ്റും. കാരണം ഇവിടുത്തെ രാജാക്കന്മാരെ പോലെ തന്നെയാണ് 4 കൊല്ലമേ അവന്മാർ ഭരിക്കത്തുള്ളെങ്കിലും ആ 4 കൊല്ലവും രാജാവിനെ പോലെ തന്നെയാണ് അവർ കഴിയുന്നത്. മുൻവശത്തും പുറവശത്തും ഏറ്റവും വലിയ എന്ന് പറഞ്ഞാൽ 100 കണക്കിന് പട്ടാളവും പോലീസുമായിട്ട് നടക്കുന്ന ഭരണാധികാരി എന്നിട്ട് വെടികൊണ്ട് ചാകുന്നവന്മാരാണ് ഉള്ളത്. ആ ജോൺ എഫ് കെന്നഡിയൊക്കെ ചത്തു പോകുന്ന വെടികൊണ്ട് ചാകുന്നത്
എന്തുമാത്രം അവരൊക്കെ തമ്മിലുള്ള ആ ബന്ധത്തിനകത്തൊക്കെ ഈ നാട്ടിനകത്തെ ജനാധിപത്യവാദികളെന്ന് വിചാരിക്കുന്ന ആൾക്കാരെ ഒന്നും നമുക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനൊക്കത്തില്ല. അവർക്ക് അതിനകത്ത് അത് ഏറ്റവും വലിയ നോക്കിയാൽ മതി. ജൂലിയൻ അസാഞ്ച്, സ്നോഡൻ, വിക്കി ലീക്സ് എന്ന് പറയുന്ന സാധനമൊക്കെ ഈ പെന്റഗണൊക്കെ ചെയ്തിരുന്ന എന്താണെന്ന് കാണിച്ചിട്ട് അവർക്ക് ഇതുവരെ ഇവിടുത്തെ ജനാധിപത്യം ഭയങ്കര സംഭവമാണെന്നാണല്ലോ വെപ്പ്. ആ ആളുകളൊക്കെ എവിടെയാണ് എങ്ങനെയാണ് കഴിയുന്നത് നമ്മൾ നോക്കിയാൽ മതി. നല്ല ഭാര്യമാരുടെ സ്വാതന്ത്ര്യത്തിന്റെ ലോകമേ അമേരിക്കയിലെ ജനാധിപത്യത്തിനുണ്ട്. പച്ച ഉച്ച അടക്കിയിരുന്നാൽ എല്ലാം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറയുന്ന നിലവാരത്തിലുള്ള ജനാധിപത്യ ബോധമേ ഉണ്ടായിട്ടുള്ളൂ. അത് അങ്ങനെ അല്ലെന്ന് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ലോകത്ത് മുഴുവൻ നടന്നു ഇവിടുത്തെ ഈ അമേരിക്കൻ ഗവൺമെന്റ് എന്ന് പറയുന്നത് ഇത്ര ക്രൂവലായി ലോകം മുഴുവൻ നടന്ന് ബോംബ് ചെയ്ത് കൊന്നും വെടിവെച്ചും എന്ന് പറഞ്ഞാൽ ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലെ UN ഉണ്ടായതിനു ശേഷം നടന്ന എല്ലാ യുദ്ധത്തിനകത്തും പങ്കാളിത്തമുള്ള ഏക രാജ്യമാണ് അമേരിക്ക. നമ്മുടെ നാട്ടിനകത്തെ അടിപടിക്കകത്ത് മാർക്സിസ്റ്റ് പാർട്ടിയാണ് ഒരു വശത്തുള്ളതെന്ന് നമ്മൾ പറയുന്നത് പോലാണ് ഈ അമേരിക്കൻ ഗവൺമെന്റ് ഇല്ലാത്ത ഒരടിപിടിയും ഈ ലോകത്ത് നടന്നിട്ടില്ല. പ്രത്യേകം നോക്കിയാൽ മതി. നമ്മൾ UN ഉണ്ടായതിനു ശേഷം ലോകത്ത് നടന്ന യുദ്ധത്തിനകത്ത് ഒരു വശത്തെ പങ്കാളിയായിട്ടുള്ള ഏക രാജ്യമാണ് അമേരിക്ക. ആ അമേരിക്കൻ ഗവൺമെന്റിനെ എലക്ട് ചെയ്യുന്ന ജനതയല്ലേ ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അത് നമ്മൾ മറക്കണ്ട. പക്ഷെ അതേ സമയത്ത് ഒറ്റയ്ക്കും തെറ്റയ്ക്കും നമുക്കറിയാം. ഇപ്പൊ നോം ചോംസ്കിയെ പോലൊരാള് ഞാനിപ്പോ ഇതിരുന്ന് പറയുകയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹം എഴുതിയ പുസ്തകങ്ങൾ വായിച്ചിട്ടാണ് ഞാൻ ഈ അമേരിക്കയെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു വശമുണ്ട്. അതേപോലെ തന്നെ തോറോയുടെ പുസ്തകങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതേപോലെ ജോൺ സ്റ്റൈൻബക്കിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ അങ്കിൾ ടോംസ് ക്യാബിൻ തൊട്ട് ഇങ്ങോട്ടുള്ള ഹക്കിൾബെറി ഫിന്നിന്റെ സാധനം. അപ്പൊ ഈ അമേരിക്കൻ കൾച്ചറിനകത്ത് സ്വാതന്ത്ര്യത്തിനു വേണ്ടി സമരം ചെയ്ത മനുഷ്യരുടെയും അവരുടെ വിശ്വാസങ്ങളെയും അവരുടെ ആർജവൊന്നും ഞാൻ കാണാതെ മറന്നു പോയിട്ടൊന്നും അല്ല ഈ പറയുന്നു. ഇതൊക്കെ നമുക്കറിയാം. നമ്മളെയൊക്കെ ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഭാഗങ്ങൾ അതിനകത്തുണ്ട്. ലോകത്തുണ്ടായിരുന്ന മറ്റു രാജ്യങ്ങളിനകത്ത് ശ്വാസം മുട്ടിയപ്പോ ഓടി വന്ന് നിന്ന ഇടമാണ് അമേരിക്കയായിട്ട്. അത് ഏറ്റവും വലിയ നമ്മൾ കാണേണ്ടത് അമേരിക്കയെ പറ്റി മറ്റേ ലെബനനിലുള്ള പ്രോഫറ്റ് എഴുതിയ അയാളുടെ പേരെന്താ മറന്ന്, എഴുത്തുകാരൻ ലെബനനിൽ ജിബ്രാൻ എഴുതിയിട്ടുണ്ട് അമേരിക്കയെ പറ്റി. നമുക്ക് കോരിത്തരിച്ചു പോകും നമ്മൾ. ജിബ്രാൻ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മറന്നു പോയിട്ടൊന്നുമല്ല ഞാനിതൊക്കെ പറയും. പക്ഷെ അത് അവരുടെ മുഖം നന്നായി മിനുക്കി വെക്കാൻ അറിയാവുന്ന വലിയ ഒരു മീഡിയ മേഖല മുഴുവനും അവര് നന്നായി കൈകാര്യം ചെയ്ത് ആണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ആഴത്തിലുള്ള ഒരു ജനാധിപത്യവും ഈ രാജ്യത്തില്ല. ഈ രാജ്യത്തുള്ളത് പരന്ന ജനാധിപത്യമാണ്. പരന്ന ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ഈ സൗകര്യങ്ങൾ വർദ്ധിക്കുന്നത് വഴി കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന ഭാര്യമാരുടെ ലോകമാണ്. വേറെ ഒന്നുമല്ല. അതങ്ങനെ തന്നെ മനസ്സിലാക്കണം. അണ്ടിയോട് അടക്കുമ്പോഴേ മാങ്ങയുടെ പുളി അറിയൂ എന്ന് പറയുന്നത് പോലാണ് വിക്കി ലീക്സ് ഉണ്ടാക്കിയവനും സ്നോഡനും ഒക്കെ അനുഭവിക്കുന്ന സാധനവും ഇറാഖിനകത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്നവരെ അമേരിക്കൻ നിയമത്തിന് പുറത്ത് ഗോണ്ടിനാമ ഉണ്ടാക്കി അവിടെ തടവറ ഉണ്ടാക്കി എത്ര നമ്മള് ശരിക്കും പറഞ്ഞ ഓഷ്വിറ്റ്സിലെ ജർമ്മൻകാരൻ ചെയ്തു എന്ന് പറയുന്ന നിലവാരത്തിലുള്ള പെരുമാറ്റമാണ് അവർ ചെയ്തത്. ഇതൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. ഈ കാസ്ട്രോ എന്ന് പറയുന്ന അയാളുടെ താടി പൊഴിഞ്ഞു പോകാൻ വേണ്ടി നടത്തുന്ന ലോകത്ത് ഈ CIA ഒക്കെ ചെയ്തിരുന്ന പണികളൊക്കെ നമ്മള് ഈ ഡീക്ലാസ് ചെയ്ത പേപ്പർ അങ്ങോട്ട് എടുത്തിട്ട് വായിച്ചാൽ നമ്മള് ഷോക്ക് അടിച്ചു പോകും. ഹെൻറി കിസിംഗറിന് 100 വയസ്സായി. അയാള് തകർത്ത രാജ്യങ്ങളുടെ എണ്ണം എടുത്താൽ നമ്മൾ ഷോക്ക് അടിച്ചു പോകും. ഇതൊക്കെ നമ്മൾ എടുക്കണം. ഇതെല്ലാം കൂടെ ചേർത്ത് നിൽക്കുന്ന ഒരു അമേരിക്കയുമാണ്. എന്നാൽ അമേരിക്കയിലേക്ക് ലോകവ്യാപകമായ വിവരമുള്ളവരും സ്വാതന്ത്ര്യമുള്ളവരും ധനമുള്ളവരും ഓടിക്കൂടുന്ന ഇടമായിട്ട് ഇന്നും തുടരുന്നു എന്നുള്ള യാഥാർത്ഥ്യവും അവിടെ. നമുക്ക് ചിന്തിക്കാൻ വയ്യാത്ത അത്രയും സ്വത്തുള്ള രാജ്യമാണിത്.
ഭൂമി എന്നൊക്കെ പറഞ്ഞാൽ കണ്ണെത്താത്ത ദൂരത്തിൽ കിടക്കുന്ന ഭൂമിയുള്ള സ്ഥലമാണ്. ജനങ്ങളെ കാണണമെന്നുണ്ടെങ്കിൽ അവരുടെ വീട്ടിനകത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലിനകത്തോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു സ്റ്റേഡിയത്തിനകത്ത് പോയാൽ മാത്രമേ മനുഷ്യരെ കാണാനൊക്കത്തുള്ളൂ. മനുഷ്യരെ കാണുന്ന ഏക നഗരം എന്ന് ഏക അല്ല, ഒരു 2-3 നഗരമുണ്ട്. ഷിക്കാഗോയിൽ പോയാൽ കുറച്ച് മനുഷ്യർ നടക്കുന്ന കാണാൻ പറ്റും, അവിടുത്തെ വഴിയിലൊക്കെ നടക്കുന്ന കാണാൻ പറ്റും. ന്യൂയോർക്കിൽ ചെന്നാൽ കുറച്ച് മനുഷ്യർ നടക്കുന്ന കാണാൻ പറ്റും. ഇങ്ങനെ നമ്മൾ വിരലെണ്ണാവുന്ന സ്ഥലത്ത് മാത്രമേ മനുഷ്യർ നടക്കുന്ന കാണാൻ പറ്റത്തുള്ളൂ. കണ്ണെത്താത്ത ദൂരത്തിൽ ഞാൻ 360 ഡിഗ്രിയില് ഞാൻ ന്യൂ മെക്സിക്കോ എന്ന് പറയുന്ന സ്റ്റേറ്റിനകത്ത് നിന്ന് വട്ടം ചുറ്റി ഞാൻ പടം എടുത്തിട്ടുണ്ട്. ഒരു മലയില്ല, ഒരു മരമില്ല. എന്താ ഈ അതിർത്തിയിലെ അനക്കം നമ്മളൊരു മാറ്റം ഉണ്ടാകുന്ന നിലവാരത്തിൽ അത്രയും സ്ഥലം കൊണ്ട് കണ്ട് നമ്മൾ ഷോക്കായി. ഇപ്പൊ കേരളത്തിനകത്ത് ഒരു റോഡ് ഉണ്ടാക്കണമെങ്കിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ മാറ്റിക്കൊണ്ട് മാത്രമേ റോഡ് ഉണ്ടാക്കാനാകൂ. അമേരിക്കയുടെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെ റോഡ് ഉണ്ടാക്കിയാൽ ഒരാളെ മാറ്റേണ്ട ആവശ്യമില്ലാത്തടത്തോടെ റോഡ് അടിക്കാൻ പറ്റും. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഇപ്പൊ ഇങ്ങനത്തെ ഉള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സൗകര്യങ്ങളുടെ വർധനവ് കണ്ടിട്ടും ലോകം മുഴുവനും നടന്ന് കൊള്ളയടിക്കുന്ന എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കോർപ്പറേറ്റ് എന്ന് പറയുന്ന ആൾക്കാർ ഇപ്പൊ ഈ സൗദി അറേബ്യയൊക്കെ നിലനിൽക്കുന്നത് തന്നെ ഇവിടുത്തെ വലിയ ഓയിൽ കമ്പനിയാണ്. അവരെ അവിടെ അവരോധിച്ച ഗൾഫുകാരേ ഉള്ളൂ. കുവൈറ്റ് ആയാലും സൗദി അറേബ്യ ആയാലും UAE ആയാലും ഒക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ ഇവിടുത്തെ കമ്പനികൾ നടത്തുന്ന ഷേക്കന്മാരെന്നാ ഞാൻ പറഞ്ഞത്. അല്ലാതെ ഞാൻ ഈസ്റ്റ് ഇന്ത്യ കമ്പനി നടത്തിയിരുന്ന ഇംഗ്ലണ്ട് പോലെയാണ് ഇന്ന് ആ രാജ്യങ്ങളെല്ലാം. ഇവിടുത്തെ ആൾക്കാരാണ് നടത്തുന്നത്. ലോകത്ത് ഇതുപോലെ പണം ഉണ്ടായിരുന്ന ആയിരക്കണക്കിന് ചക്രവർത്തിമാര് ചേരുന്ന പണമുള്ളവരാണ് ഇവിടെ ഉള്ളവർ, ഇവിടുത്തെ കോർപ്പറേറ്റ് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ കാണണം. ഈ ആളുകളുടെ എല്ലാം കൂടെ ഇതിനകത്ത് ഭയങ്കര ജനാധിപത്യപരമായ ഒരു വികാസം നടന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് തിരിത്തിരിക്കാനൊന്നും നമ്മൾ പോണ്ട. കണ്ണ് മഞ്ഞളിച്ചു പോകുന്ന ഒരിടം മാത്രമാണ്, അതിനകത്ത് ഒരു ജനാധിപത്യവും ഇല്ല എന്ന് നമ്മൾ അറിയുകയും വേണം. പക്ഷെ ലോകത്തുള്ള ഈ തരത്തിലുള്ള സകലതിനെയും അവിടെ കൊണ്ടുവന്ന് വേണ്ടും വണ്ണം പൂജ ചെയ്ത് നിലനിർത്താൻ അറിയുന്നവർ തന്നെയാണ് ഇവിടുത്തെ മുതലാളിമാർ. അതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ നിലവാരത്തിൽ ഒരു ഡിസ്കഷൻ നമുക്ക് സാധ്യമല്ല. എന്തോ ജനാധിപത്യത്തിന്റെ വികാസത്തിന് ഈ രണ്ട് ഇന്ത്യയെ എടുത്ത് ഇതും എടുത്താല്, ഇന്ത്യയിലെ ജനാധിപത്യം എന്ന് പറയുന്നത് ഇതുവരെ അവിടുത്തെ ജനത അറിഞ്ഞിട്ടില്ലാത്ത നാടാണ്. ആകെപ്പാടെ ഉണ്ടായതെന്ന് പറഞ്ഞാൽ ആ ഇംഗ്ലണ്ടിൽ പോയി വിദ്യാഭ്യാസ സമ്പന്നരായ സമയത്ത് ജനാധിപത്യത്തിനെ പറ്റിയുള്ള ഡിസ്കഷനകത്ത് പെട്ട് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യം ഇല്ലെന്ന് മനസ്സിലായ ആൾക്കാർ നടത്തിയ ഒരു സ്വാതന്ത്ര്യ സമരത്തിനകത്തൂടെ, അത് ഗാന്ധിയും നെഹ്റുവും അംബേദ്കറും എല്ലാം ഇംഗ്ലണ്ടിൽ പഠിച്ചവരാണെന്ന് അറിയണം. അതുവഴിയാണ് അത്തരത്തിലുള്ള ആശയങ്ങളൊക്കെ ഉണ്ടാകുക. ഒരു 5000 വർഷത്തെ ജാതി സമൂഹത്തിന്റെ ഭാരം പേറുന്ന വലിയ ഒരു തോടിന്റെ കീഴിലാണ് നമ്മുടെ അവിടെ ജനാധിപത്യം ആരംഭിച്ചത്. അത് ആ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് നടത്തിയ സമരത്തിനകത്തു നിന്ന് രൂപപ്പെട്ട ഒരു ഭരണഘടന, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഭരണഘടനയ്ക്കകത്തുനിന്ന് ഏറ്റവും നല്ല അംശങ്ങൾ ചേർത്തുണ്ടാക്കിയ ഒരു ഭരണഘടന ഒരു കമ്പളം പോലെ, ശരിക്കും പറഞ്ഞ ഒരു പുതപ്പ് പോലെ നമ്മുടെ സകല അഴുക്കിന്റെ മുകളിൽ വിരിച്ചിട്ടിരിക്കുന്ന പോലാണ് ഈ ഇന്ത്യയിലെ ജനാധിപത്യ സാധനം നിൽക്കുന്നത്. അതിന് ഒരു വേരുമില്ല. ആദ്യത്തെ കാറ്റത്ത് പറന്നു പോകും. അതുകൊണ്ടാണ് മോദി എന്ന് പറയുന്ന ഈ ഒരു 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 കുറ്റവാളി അവിടെ കയറി യാതൊരു വിഷമവും ഇല്ലാതെ അത് ഉപയോഗിക്കാൻ കഴിയുന്നത്. അതിന്റെ വേര് മുഴുവനും ഇപ്പോഴും ഈ ചീഞ്ഞ ജാതി സംസ്കാരത്തിനകത്താണ് നിൽക്കുന്നത്. അങ്ങനെ നിൽക്കുന്ന ഒരു ഇന്ത്യക്കകത്ത് അവിടെ ജനാധിപത്യത്തിന്റെ ഗ്രേറ്റസ്റ്റ് ഡെമോക്രസി എന്ന് പറഞ്ഞാൽ വോട്ടിട്ട ദിവസം വോട്ട് ചെയ്യാൻ പോയ ആർക്കാണോ ഞമ്മന്റെ ആൾക്കാർക്ക് വോട്ട് ചെയ്തവരായിട്ട് മാറിയ ജനതയല്ലാതെ ഒരു ദിവസം പോലും ജനാധിപത്യത്തിനെ പറ്റി ആലോചിക്കുക പോലും ചെയ്യാത്ത ഒരു വലിയ സമൂഹമാണ് അവിടെ ഉള്ളത്. എന്തെങ്കിലും ജനാധിപത്യ ഡിസ്കഷൻ നടക്കുന്നത് കേരളം പോലൊരു സമൂഹത്തിനകത്ത് മാത്രമാണ്. തൊട്ടടുത്ത തമിഴ്നാട്ടിൽ പോലും ജനാധിപത്യത്തിനെ പറ്റിയുള്ള ഒരു ധാരണയും ഉണ്ടാകുന്ന ജനതയില്ല. ഇതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ രണ്ടെണ്ണത്തിനെ എടുത്തു വെച്ചിട്ട് എന്ത് ഡിസ്കഷനാണ് ജനാധിപത്യത്തിനെ പറ്റി സംസാരിക്കേണ്ടത്? രണ്ടെണ്ണത്തിന് ചരിത്രം എനിക്ക് പറയാൻ പറ്റും. ജനാധിപത്യം എന്ന് പറയുന്നത് അതിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടാക്കുന്നത് വഴിയാണ്. അത് ഇതുവരെ ഈ അമേരിക്കയിലെ
കോടതിക്കകത്ത് ജൂറി കടന്നു വന്നതാണ് ഇവിടുത്തെ ഒരു വലിയ ഒരു ചേഞ്ച് ഉള്ളത്. അതുകൊണ്ട് ആൾക്കാർക്ക് വിചാരണ നേരിടുന്ന ആളുകൾക്ക് കസേര കൊടുക്കുന്ന ഒരു ഇടമായിട്ട് ഇവിടെ മാറിയിട്ടുണ്ട്. താഴെത്തട്ടിലെ സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിയമത്തിന് ബലമുണ്ട്. സാധാരണ പോലീസുകാർക്ക് അവിടുത്തെ ജനങ്ങളും തമ്മിലുള്ള ബന്ധത്തിനകത്ത് പോലീസുകാർ മോശമായി പെരുമാറുന്നതിന് യാതൊരു കുറവും വന്നിട്ടില്ല. പക്ഷെ നിയമത്തിനകത്ത് നിന്ന് പെരുമാറുന്നതിന് പഠിച്ചിട്ടുണ്ട്. പക്ഷെ തോക്ക് പോലും ഇല്ലാത്ത പൗരരുടെ സഹായികളായി നിൽക്കുന്ന യൂറോപ്പിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ ജനാധിപത്യത്തിന് എന്താണ് വ്യത്യാസം, അമേരിക്കൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ്. ഇവിടെ മൂക്കറ്റം തോക്കും പിടിച്ച് സകല ഏലിയൻ സിനിമക്കകത്ത് എങ്ങനെയാണോ തോക്കുമായിട്ട് ആൾക്കാർ വരുന്ന പോലാണ് ഇവിടുത്തെ പോലീസ് വരുന്നത്. അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു ജനാധിപത്യം ഇല്ലാത്ത രാജ്യമാണെന്ന് അറിയാൻ ഇവിടുത്തെ പോലീസുകാരുടെ ദേഹത്തോട്ട് നോക്കിയാൽ മതി. അതാണ് അതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഞാൻ സിഗ്നലാണത്. മുഴുവൻ പേരും മൂക്കറ്റം ആം ടു ടീത്ത് എന്ന് ഇംഗ്ലീഷിൽ പ്രയോഗിക്കും. അതുപോലത്തെ ഒരു സമൂഹമാണ്. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നത് പോലെ വളരെയധികം മോണിറ്റർ ചെയ്ത സകല ക്യാമറയും വെച്ച് ആൾക്കാരെ കീഴ്പ്പെടുത്തി നിർത്തിയിരിക്കുന്ന അനുസരിക്കുന്നവരായിട്ടല്ല, അനുസരിപ്പിക്കുന്നത് വഴിയുള്ള ജനാധിപത്യ മര്യാദകൾ പാലിക്കുന്ന, അതുവഴി സിവിലൈസ്ഡ് ആണെന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു സമൂഹം മാത്രമാണ് അമേരിക്ക. ആളുകൾക്ക് അവരെ ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള ജനാധിപത്യപരമായിട്ടുള്ള ചർച്ചയ്ക്കകത്ത് പോകാതെ നല്ല ചെലവ് ചെയ്ത്, നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, നല്ല ചെലവ് ചെയ്ത് ഇവിടുത്തെ ബേസ്ബോള്, ബാസ്കറ്റ് ബോള്, വോളിബോള്, അല്ലെന്നുണ്ടെങ്കിൽ റഗ്ബി എന്നൊക്കെ പറഞ്ഞ്, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ സോക്കർ എന്ന് വിളിക്കുന്ന ഈ കളികളിനകത്ത്, മാസായ കളിക്കകത്ത് വേറെ ഒരു കാര്യവും കാണാനും കേൾക്കാനും അനുവദിക്കാതെ അത് മാത്രം കണ്ട് മറ്റൊന്നിനെയും പറ്റി ആലോചിക്കാത്ത ഒരു വലിയ ജനക്കൂട്ടത്തിനെ ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ സ്പോർട്സ് യുദ്ധത്തിന് പകരമായിട്ട് മനുഷ്യർക്കിടയിൽ ഒളിമ്പിക്സ് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ആളുകൾ തമ്മിലുള്ള യുദ്ധം ഒഴിവാക്കി അവരുടെ വാശിയും വൈരാഗ്യവും തീർക്കാനുള്ള ഒരു സാധനമായി ഞാൻ കാണാറുണ്ട്. പക്ഷെ മാസ് സ്പെക്ടേറ്റർഷിപ്പ് എന്ന് പറയുന്ന സ്പോർട്സിനകത്ത്, അത് ഇന്ത്യയിലും ക്രിക്കറ്റ് അതാണ് ചെയ്യുന്നത്, നമുക്ക് രാഷ്ട്രീയമായ ധാരണകൾ ഉണ്ടാകാതെ നോക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള സ്ഥലമാണ്. ആ നിലവാരത്തിലുള്ള ആളുകളുടെ മസ്തിഷ്കം വേറെ ഒരു കാര്യത്തിനും ആലോചിക്കാൻ കഴിയാതെ ഈ സ്പോർട്സ് എന്ന് പറയുന്നതിനകത്ത് കംപ്ലീറ്റ് മുങ്ങിപ്പോയ ഒരു ജനതയാണ് ഇവിടെ ഉള്ളത്. ഫാഷൻ, സിനിമയ്ക്കകത്തൂടെ പരസ്പരം അടിക്കുകയും കൊല്ലുകയും ചെയ്യുന്ന സിനിമയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വിജയി. അത് ഈ രാജ്യത്ത് മാത്രമല്ല, അന്യഗ്രഹത്തിൽ പോയി യുദ്ധം ചെയ്ത് ജയിക്കുന്ന കഥയേ ഉള്ളൂ. നമ്മൾ വെറുതെ നോക്കിയാൽ മതി. സ്റ്റാർ വാഴ്സ്, നമ്മൾക്ക് മനുഷ്യൻ ജനാധിപത്യപരമായി വികസിച്ച് എത്തിച്ചേരുന്നതായിട്ടല്ലേ നമ്മൾ കാണുന്നത്. അവർക്ക് അങ്ങനെ ഒരു സങ്കല്പം പോലും ഈ അമേരിക്കക്കാർക്കില്ല. മറ്റൊരു ഏലിയൻസ് വരുവാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ ബോംബ് ചെയ്യാനും കൊല്ലാനും വരുന്നതായിട്ടേ അവർ പഠിപ്പിക്കുകയുള്ളൂ. അവരെ അങ്ങനെ വെറുക്കാതെ ഉണ്ടാക്കിയ 2-3 സിനിമയാണ് നമുക്ക് ആകെ അമേരിക്കൻ സിനിമകളിൽ കാണാൻ പറ്റുന്നത്. ഒന്ന് സ്പീൽബർഗ് ഉണ്ടാക്കിയ എൻകൗണ്ടർ ഓഫ് ദ തേർഡ് കൈൻഡ് എന്ന് പറഞ്ഞിട്ട്, ക്ലോസ് എൻകൗണ്ടേഴ്സ് ഓഫ് ദ തേർഡ് കൈൻഡ് എന്ന് പറയുന്ന സിനിമയും, അതേപോലെ തന്നെ ET എന്ന് പറയുന്ന ഒരു സാധനവും. ഇതൊക്കെയാണ് നമ്മൾക്ക് ആകപ്പാടെ മനുഷ്യത്വമുള്ള, ഞാൻ വികസിച്ച മനുഷ്യരാണ്, അല്ലെങ്കിൽ നമ്മൾ ഭാവിയിൽ മനുഷ്യര് ആയുധത്തിൽ അടിസ്ഥാനപ്പെടുത്തിയല്ല ഇടപെടലുകൾ നടത്തേണ്ടതെന്ന് പറയുന്ന സിനിമകൾ തന്നെ എടുത്തു നോക്കിയാൽ 4-3 നമുക്ക് വരില്ലെണ്ണ. അതാണ് പറയാറുള്ളത് പ്രധാനമായിട്ടുള്ളത്. ഇനി ഈ അമേരിക്കക്കാർ ഉൽപ്പാദിപ്പിച്ച് ലോകവ്യാപകമായി ആളുകളെ കൊണ്ട് കളിപ്പിക്കുന്ന, കുട്ടികൾക്ക് വേണ്ടി ഉൽപ്പാദിപ്പിക്കുന്ന ഗെയിംസ് മുഴുവൻ എടുത്ത് നമ്മളൊന്ന് പരിശോധിച്ചു. 99% ഗെയിംസും നിർദ്ദയമായി വെടിവെച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതല്ലാതെ ഇതിനെ ഇൻസെൻസിറ്റീവായിട്ട് കൊല്ലുന്നതിലൊരു ക്വാംസ്, ഒരു വിഷമം അനുഭവിക്കുന്നവരായിട്ടല്ലാതെ വെടിവെക്കാൻ പഠിപ്പിക്കുന്ന, പരിശീലിപ്പിക്കുന്ന മനുഷ്യരെ മുഴുവൻ ആളുകളെ അങ്ങനെ മാറ്റിക്കളഞ്ഞു. ഇതെല്ലാം നമ്മൾ ഇത് പ്ലാൻഡ് ആയിട്ട് ചെയ്ത പോലാണ് ഇത് നിൽക്കുന്നത്. കാരണം പ്ലാൻഡ് ആകേണ്ട കാര്യം കഴിഞ്ഞാൽ അതൊരു കാർമാസ് പറയുന്ന പോലെ ഒരു ക്ലാസ് നേച്ചറാണ്. ധനമുള്ളവൻ എങ്ങനെയാണ് മറ്റുള്ളവരെ കാണേണ്ടതെന്ന് പഠിപ്പിക്കുന്ന, അവരുടെ കണ്ണിലൂടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാല്യൂസ് ആണ് അത് മുഴുവൻ. ആളുകളെ കൊല്ലാനും തിന്നാനും
അവരെ കീഴ്പ്പെടുത്താനും അതിനുള്ള തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിനും ആയുധങ്ങളെല്ലാം ലോകത്തിൽ ഏറ്റവും കൂടുതൽ ധനം ഇട്ട് റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരെ എങ്ങനെ കൊല്ലാം എന്ന് കണ്ടെത്തുന്നതിന് വേണ്ടി ഉണ്ടായ ഒരു രാജ്യമാണ് ഈ അമേരിക്ക. അതുകൊണ്ട് ആ നിലവാരത്തിലൊന്നും ഒരു ജനാധിപത്യത്തിനെ പറ്റിയുള്ള ഒരു സങ്കല്പവും ലോകത്ത് വികസിക്കാൻ അവർ അനുവദിക്കത്തില്ല. ഇപ്പം റഷ്യക്കാരെ പോയി തോപ്പിക്കണമെന്ന് ആലോചിക്കുന്നത് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ തുല്യതയിൽ ഉള്ള ഒരു രാജ്യം ഉണ്ടാക്കണമ്പോൾ അത് എങ്ങനെ അങ്ങനെ അല്ലാതാക്കണമെന്ന് മാത്രം ആലോചിച്ച രാജ്യമാണിത്. ഇവിടെ ജനാധിപത്യത്തിനെ പറ്റിയുള്ള ഒരു സങ്കല്പവും എനിക്ക് വേണ്ട. ആന്തരികമായി നമ്മൾ ഈ കാണുന്ന സാധനം എന്ന് പറയുന്നത് അവർക്ക് ഒരിക്കലും ഒരു ത്രെറ്റായിട്ട് മാറത്തില്ലെന്ന് അറിയുന്നത് കൊണ്ടാണ്. ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളിലൊക്കെ ഈ കുട്ടികൾ കടന്ന് ബഹളം വെക്കുമ്പോൾ അവർക്ക് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലെന്നും അതിനെ ജനാധിപത്യത്തിന്റെ എക്സ്പ്രഷനായിട്ട് മാത്രം കാണിക്കാനായിട്ടുള്ള ഇടമായിട്ട് മാത്രം അതിനെ വെക്കാൻ പറ്റും, കണ്ടെയ്ൻ ചെയ്യാൻ പറ്റും. അതറിയുന്നവരാണ് അവർ. യഥാർത്ഥത്തിൽ വയലന്റായി മാറുന്നത് എപ്പോഴാണ് നമുക്ക് കാണുന്നത്? കാര്യത്തിൽ അണ്ടിയോട് അടുക്കുമ്പോഴാണ് പുളി അറിയൂ എന്ന് പറയുന്നതാണ് ജൂലിയൻ അസാഞ്ചും സ്നോഡന്റെയും ചരിത്രം എടുത്താൽ നമുക്ക് മതി. റൈറ്റ് ടു നോ എന്ന് പറയുന്നത്, സുതാര്യത വേണം എന്ന് പറയുന്ന ജനാധിപത്യത്തിന്റെ ഏറ്റവും കേന്ദ്രമായ സാധനമാണ്. അത് മാത്രമല്ലേ അവർ ചെയ്തിട്ടുള്ളൂ. അവരെന്താണ് ഈ സുരക്ഷ എന്നൊക്കെ അങ്ങോട്ട് പറയുമ്പോൾ എന്തോ ഭയങ്കര ഒരു സംഭവം പോലെ. പണ്ട് കാലത്ത് രാജാക്കന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുമ്പോൾ അവർക്ക് ആവശ്യമായ സുരക്ഷയെ പറ്റിയുള്ള ചർച്ച ജനാധിപത്യത്തിനകത്ത് എന്താ ഉള്ളത്? ഓഫ് ദ പീപ്പിൾ, ഫോർ ദ പീപ്പിൾ, ബൈ ദ പീപ്പിൾ എന്ന് പറയുന്ന ഒരു ഗവൺമെന്റിനകത്ത് എന്ത് രഹസ്യമാണ് ആവശ്യം? ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതേ സാധനമാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. ഈ അമേരിക്കയിൽ നിന്ന് ഏറ്റവും കാശിന് കൊള്ളാത്ത ട്രംപിനെ എഴുന്നള്ളിച്ചുകൊണ്ട് പോയ ഒരു കുറ്റവാളിയായ മോദി ഭരിക്കുന്ന രാജ്യത്തല്ലേ നമ്മൾ ഇനി അത് തമ്മിൽ ജനാധിപത്യ ചർച്ചയ്ക്കകത്ത് നമ്മൾ എന്തുകൊണ്ട് കൊണ്ടുവന്നേ? ഈ രണ്ടെണ്ണം അല്ലേ അവിടെ ഉണ്ടായത്, ഇപ്പൊ നിലനിൽക്കുന്നത്. ഇതൊക്കെ നമ്മൾ എടുക്കണം. അവിടുത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ പോയിരിക്കുന്ന വീടും സാധനം എന്താണ്? നേരത്തെ മറ്റുള്ളവരെ അടിച്ചമർത്താനായിട്ട് ഉപയോഗിക്കുന്ന ഇടങ്ങളിലല്ലേ അവരെല്ലാം പോയിരിക്കുന്നത്. അത് ഈ അമേരിക്കയിലോട്ട് വന്നാൽ അത് തന്നെയാണ്. നിങ്ങൾ യൂറോപ്പിൽ പോകുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് കാണുന്നത് അവിടെ പ്രതിനിധികളെ തിരിച്ചറിയാനായിട്ട് ഒരു മെക്കാനിസവും ഇല്ല, മുന്നിലും പുറകിലും പോലീസുകായിട്ട് നടക്കുന്നില്ല എന്നറിയുന്നത്. അതുകൊണ്ട് ജനാധിപത്യത്തിനെ പറ്റിയുള്ള ചർച്ചകളൊക്കെ നമ്മുടെ രണ്ട് രാജ്യങ്ങളെ കമ്പയർ ചെയ്ത് ചെയ്യണമെന്ന് ആഗ്രഹിച്ചാലേ യഥാർത്ഥത്തിൽ നമ്മൾ യൂറോപ്പിൽ പോയി അന്വേഷിക്കേണ്ടി വരും. അവിടെ മാത്രമേ അല്പമെങ്കിലും അതിനെപ്പറ്റിയുള്ള എക്സസൈസ് നടക്കുന്നുള്ളൂ. അമേരിക്കയിൽ എന്തായാലും ജനാധിപത്യമല്ല നടക്കുന്നത്. അമേരിക്കയിലെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അടിമകളായി അണികളായി ഭാര്യമാരാക്കി മാറ്റിയ ഒരു ജനതയുടെ കൂട്ടത്തിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. സൗകര്യങ്ങളുണ്ട്, ധാരാളം സ്വത്തുണ്ട്, അത് എവിടെ നിന്ന് വരുന്നു എന്ന് ചോദിക്കാതെ മറ്റുള്ള രാജ്യങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് വരുന്നതാണെന്ന് കാണാനായിട്ടുള്ള കഴിവും കൂടെ നഷ്ടപ്പെട്ടു പോയ കൃത്യമായി മറ്റുള്ളവരെ വെറുക്കുന്ന ജനത തന്നെയാണ്. അവരുടെ ഡോമിനന്റ് അതിനകത്തേക്ക് മറ്റ് രാജ്യങ്ങളിനകത്തുനിന്ന് കൊള്ളയടിച്ച് ഓടിക്കൂടുന്നവരുടെ ഇടവും കൂടെ. ഇതൊക്കെ അങ്ങനെ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഏത് രാജ്യത്തു നിന്നും നമ്മൾ ഈ പറയുന്ന ജനാധിപത്യ സംസ്കാരവും മര്യാദയും ഒന്നും പാലിക്കാത്ത മറ്റ് രാജ്യങ്ങളിനകത്ത് സകല എസ്പയണേജ് നടത്തി, ഇപ്പൊ അമേരിക്കക്കാരന്റെ എന്താണ് സിനിമകളിനകത്തെല്ലാം ഒരു രാജ്യത്ത് മറ്റൊരു രാജ്യത്ത് ജനാധിപത്യം ഇല്ലെന്നും ഞങ്ങൾ ഇവിടെ ജനാധിപത്യം ശരിയാക്കാൻ വേണ്ടി ഇവിടുത്തെ ഡെൽറ്റ ഫോഴ്സിനെ അങ്ങോട്ട് അയച്ചിട്ട് അവരെ തകർക്കുന്ന കഥയാണല്ലോ ഉള്ളത്. മിഷൻ ഇമ്പോസിബിളിന്റെ കഥയല്ലേ ഉള്ളത്. നമ്മൾ വെറുതെ ഇങ്ങനെ എടുത്ത് നോക്കിയാൽ മതി. ഇതേപോലെ ആയിരുന്നു തൊട്ട് മുമ്പ് അമേരിക്കക്കാരായിരുന്നു ഇത്, അല്ല ഇംഗ്ലീഷുകാരായിരുന്നു ഇത് ചെയ്യുന്നത്. അപ്പോഴാണ് ജെയിംസ് ബോണ്ട് ഉണ്ടായത്. ആ ജെയിംസ് ബോണ്ടിന് പകരമായിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ കാണണം. ഇതിനകത്ത് ഒന്നും തന്നെയും ജനാധിപത്യത്തിന്റെ ഒരു ചർച്ചയും ഇല്ല. ആ സിനിമകളെല്ലാം നമ്മളെല്ലാം ഇരുന്ന് കാണും. എന്നിട്ട് നമ്മളെല്ലാം ഇംഗ്ലീഷുകാരനായ ജെയിംസ് ബോണ്ടിന്റെ കൂടെ നിൽക്കും. ഇവിടുത്തെ എന്താണ് വെടിവെക്കാനായിട്ട് കഴിയുന്ന റാംബോ, നമ്മൾ വെറുതെ നോക്കിയാൽ മതി. റാംബോ ഒക്കെ നമ്മൾ കണ്ട് കോരിത്തെരിച്ചു പോയില്ലേ. വിയറ്റ്നാമിൽ തോറ്റുപോയ ജനതയാണ്. അവരങ്ങനെ തോറ്റത് അവർ മര്യാദകരായിട്ട് പെരുമാറാൻ അനുവദിക്കാത്തത് കൊണ്ടാണെന്നുള്ള കഥ പറയുന്ന സിനിമയാണത്. അവിടുത്തെ ജനതയെ മുഴുവനും കാർപ്പറ്റ് ബോംബിങ് ചെയ്ത് കൊന്നതിന് ശേഷവും തോറ്റുപോയ ഒരു അമേരിക്കക്കാരന്റെ അവന്റെ വ്രണപ്പെട്ട എന്താണ് വികാരത്തിനെ വൃഞ്ചിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ റാംബോ സിനിമകളാണുള്ളത്. ഇതൊക്കെയാണ് നമ്മൾ കാണേണ്ടത്. ഇതൊക്കെ അതുകൊണ്ട് ജനാധിപത്യത്തിനെ പറ്റിയുള്ള ചർച്ചയൊന്നും
ഈ രാജ്യത്തിനകത്ത് ഇന്ത്യയിലിരുന്നും നമുക്ക് ചർച്ച ചെയ്യണ്ട, ഇവിടെ ഇരുന്നും ചർച്ച ചെയ്യണ്ട. അതൊക്കെ ഇനി നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് ഇത് കമ്പയർ ചെയ്യാനായിട്ടൊന്നും ഞാൻ തയ്യാറല്ല. കാരണം രണ്ടും ഒരുപോലെ, രണ്ട് രീതിയിൽ ഒരുപോലെ ജനാധിപത്യ വിരുദ്ധ സമൂഹങ്ങളാണ്. അവര് ഡോമിനേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ദുരന്തം. അത്രേ ഇതിനെപ്പറ്റി ഇപ്പൊ പറയുന്നുള്ളൂ.